ഇതെനിക്കും കൂടി അവകാശപ്പെട്ട വീടാ. അവകാശപ്പെട്ട വീടോ? നിന്റെ അവകാശം ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. അവളുടെ അമ്മയുടെ സ്വഭാവം കാണിക്കാം. ചേട്ടാ, ഞാൻ അവളെ തല്ലുന്നത് കണ്ടുവന്ന അച്ഛൻ എന്നെ അപ്പ ശിക്ഷിച്ചതല്ലേ? പിന്നെന്താ ശിക്ഷയ്ക്ക് മേലെ ഒരു ശിക്ഷ? ഓ, ഇവരുടെ ഏഷണിയാണല്ലേ? നീ ആരാ ഇവിടുത്തെ പൊതു കാര്യങ്ങളൊക്കെ നോക്കി നടപ്പാക്കാൻ? ഞാൻ പ്രതാപവർമ്മയുടെ മകൾ. ഞാൻ അച്ഛന്റെ മകൾ എന്ന നിലയ്ക്ക് അച്ഛന്റെ ഇമേജിനെ ബാധിക്കുന്ന പല കാര്യങ്ങൾക്കും എനിക്ക് എതിർപ്പുണ്ട്. എന്റെ ഇമേജിനെ ബാധിക്കുന്ന പ്രശ്നോ? അതെന്താ? ചോദിച്ച കേട്ടില്ലേ? എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. അതെന്താന്ന്? ഞാൻ ചോദിക്കുന്നതുകൊണ്ട് അച്ഛന് വിഷമമൊന്നും തോന്നരുത്. എനിക്കെന്ത് വിഷമം? മേൽക്കൂര ഇല്ലാത്തവന് എന്ത് തീപ്പൊരി? നീ ചോദിക്ക. അച്ഛൻ ആ സിസ്റ്ററിനെ കല്യാണം കഴിക്കുന്നെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ആവശ്യമില്ലാത്തൊന്നും സാറിനോട് ചോദിക്കല്ലേ. ആവശ്യമുള്ളത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ സിസ്റ്റർ വിവാഹം കഴിക്കാൻ പോകുന്നോ? നിന്നോട് ആര് പറഞ്ഞു ഈ അപവാദം? ഇവര് പറഞ്ഞു. ഇവര് നാട് മൊത്തം അത് പറഞ്ഞു നടക്ക. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല പ്രതാപ. മനസാ വാചാ കർമ്മണ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കാടാമ്പുഴ അമ്മയാണ്, ആറ്റുകാൽ ഭഗവതിയാണ്. ഇതൊക്കെ അസത്യമാ. ഇത് നീ ഞാനും തമ്മിൽ ശത്രുക്കളാവാൻ വേണ്ടി ഇവള് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കഥയാ. അത് മാത്രമല്ല, നിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അധിക്ഷേപിക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണമല്ലോ. ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥയൊന്നും അല്ല. ഇവരെന്നോട് പറഞ്ഞ കാര്യം തന്നെയാ ഞാൻ അച്ഛനോട് ചോദിച്ചത്. അതുമാത്രല്ല, അച്ഛൻ സിസ്റ്റർ പവിത്രയോട് സംസാരിക്കുന്നത് ഞാനും കാണുന്നുണ്ടല്ലോ. ഋതു, നീ ആരോട് സംസാരിക്കുന്നറിയോ? രാജമിണ്ടാതിരിക്കെ. എനിക്കറിയാം. ഞാൻ നല്ല ബോധത്തോടെയാ സംസാരിക്കുന്നത്. എന്താ ഞാൻ ചോദിച്ചത് ശരിയല്ലേ? ഞാൻ ഒരു സ്ത്രീയോട് സംസാരിച്ച അതിനിങ്ങനെയാണോ അർത്ഥം കൽപ്പിക്കേണ്ടത്? പിന്നെ ആ സ്ത്രീയെ പിടിച്ച് അച്ഛൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചാർജ് ഏൽപ്പിക്കുന്ന എന്തിനാ? ഋതു, നിർത്താനാ പറഞ്ഞേ. ഇത് ശരിയല്ല. രാജു, ഇത് ഞങ്ങൾ അച്ഛനും മകളും തമ്മിലുള്ള പ്രശ്നം. രാജു ഇതിൽ ഇടപെടണ്ട. ഒരു പ്രശ്നവും ഇല്ല. ഇത് വെറും അപവാദം. ഇത് അപവാദമല്ല. ശേഖരേട്ട, ഇത് വഷളാവാണല്ലോ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും യാമിനി? ഇവളുടെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാട്ടിയപ്പോ ഇവിടെ അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നെ ടാർഗറ്റ് ചെയ്യാ. കണ്ടില്ലേ, ഇതാ ഇവളുടെ സ്വഭാവം. ഇത് തന്നെ ഇവളുടെ രീതി. നിങ്ങളെ എണ്ണ ഒഴിക്കാതൊന്ന് മാറിയെന്ന്. നിങ്ങളെ ഇതിന്റെയൊക്കെ ആണി. എടാ, നിനക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിലേ നീ ഇറങ്ങിപ്പോ. അവന്റെ ഒരു ഉപദേശം. എന്താടാ മധുവിധു കാല? നിന്റെ പെണ്ണിനെ മുമ്പിലിട്ട് ഞാൻ ചതയ്ക്കും, പറഞ്ഞേക്കാം. ചോദിക്കാനുള്ള ചോദ്യങ്ങള് അച്ഛനോടാണെങ്കിലും ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ പിന്നീട് കരയേണ്ടി വരും. രാജു, ഇവളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയും. ഋതു, നീയൊന്ന് അടങ്ങ്. എനിക്കറിയാനുള്ള സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. അതാ ഞാൻ അച്ഛനോട് ചോദിച്ചേ. നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാൻ? ഇറങ്ങി പൊടി പുറത്ത്. ഞാൻ എവിടെ പോണം? ഇതെനിക്കും കൂടി അവകാശപ്പെട്ട വീടാ. അവകാശപ്പെട്ട വീടോ? നിന്റെ അവകാശം ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. അവളുടെ അമ്മയുടെ സ്വഭാവം കാണിക്കാം. ചേട്ടാ, വേണ്ട സാർ. എവിടെയും പോയി തൊലയ. എനിക്ക് നിന്നെ കാണണ്ട.
മേൽ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. മോശം. എല്ലാരോടായി പറയുക, ഇവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആരായാലും ആ വഴിക്ക് പൊയ്ക്കോണം. എന്റെ മുമ്പിൽ വന്നേക്കരുത്. അച്ഛനും നിന്നെ പ്രതാപവർമ്മ സാറൊന്നും നിന്നെ ഞാൻ ഈ മുറ്റത്ത് തന്നെ നിൽക്കും. കൊടുങ്കാറ്റും മഴയും ഇടിയും വന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എവിടെയും പോവില്ല. ഋതു, അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കും വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഋതു, അച്ഛൻ എന്നെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. എന്ത് കാഴ്ചയാണ് നിൽക്കുക? കേറി പോകത്ത്. നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയണോ? ഋതു, വന്നേ. ഇവിടെ ഇങ്ങനെ ഈ മുറ്റത്ത് നിൽക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. പറയുന്നത് കേൾക്കരുതോ? നമുക്കല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോവാം. നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്ന? ദേ ഋതു, മഴ വരാൻ പോവാ, നമുക്ക് പോവാം. ഞാൻ ഇങ്ങോട്ടും ഇല്ല. ഇങ്ങനെ വാശി പിടിക്കല്ലേ. എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം അച്ഛനല്ലേ, അതങ്ങ് മറന്നേക്ക്. നീ വാ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കെല്ലാരും മനസ്സിലായി. എനിക്ക് ആരുമില്ലെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന? പിന്നെ എങ്ങനെ പറയണം?